ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രശസ്ത സംവിധായകൻ വിപിൻ ദാസ് തിരക്കഥ സംഭാഷണം എഴുതി നവാഗതനായ ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 15 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങുന്ന സിനിമയാണ് വാഴ. സിനിമ തിയേറ്ററിലെത്തി 6ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ചയും ചിത്രത്തിന് മികച്ച കളക്ഷനാണ് നേടിയെടുക്കാനായിട്ടുള്ളത്. ജഗദീഷ്, കോട്ടയം നസീർ, നോബി മാർക്കോസ്, അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെ പഴയ താരനിരയോടൊപ്പം ഒരു കൂട്ടം പുതുമുഖങ്ങളാണ് ഈ ചിത്രത്തിൽ അണിനിരന്നിട്ടുള്ളത്. ബേസിൽ ജോസഫ് ക്യാമിയോ റോളിലും എത്തുന്ന ഈ സിനിമ ആദ്യ 4 ദിവസം വീക്കെൻഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി കേരളത്തിൽ നിന്ന് നേടിയെടുത്തത് 8,10,00,000 രൂപയായിരുന്നു. 5ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ 1,62,00,000 രൂപയാണ്. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് ഈ സിനിമ കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 9,72,00,000 രൂപയായിരുന്നു. 6ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച അവധി ദിനം കൂടിയായിരുന്നതിനാൽ മികച്ച കളക്ഷനാണ് ഈ സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് നേടിയെടുക്കാനായിട്ടുള്ളത്. 2.5 കോടിക്ക് മുകളിൽ കളക്ഷൻ ഇന്ന് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യ 6 ദിവസം കൊണ്ട് തന്നെ ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 12,25,00,000 രൂപയാണ്. ഏകദേശം 3-4 കോടി റേഞ്ചിൽ ബഡ്ജറ്റുള്ള ഈ സിനിമ നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ 6 ദിവസം കൊണ്ട് ഈ സിനിമ 16 കോടിയോളം രൂപ നേടിയെടുക്കാനാണ് സാധ്യത. അപ്പോൾ നവാഗതനായ ഒരു പുതുമുഖ സംവിധായകനും കുറെ പുതുമുഖങ്ങളുമായി തിയേറ്ററിലെത്തി കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കപ്പെട്ട ഈ സിനിമ വൻ വിജയമാണ് നേടിയെടുത്തിരിക്കുന്നത്. ബേസിൽ ജോസഫ് നായകനായ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 15 തിയേറ്ററിലെത്തിയ മറ്റൊരു സിനിമ നുണക്കുഴിയാണ്. ഈ സിനിമയുടെ ആദ്യ 4 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പോസ്റ്റർ ഇന്ന് അണിയർ പ്രവർത്തകർ പ്രസിദ്ധീകരിച്ചിരുന്നു. സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് 12 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. 5ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 80 ലക്ഷം രൂപ മാത്രമായിരുന്നു. 5ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയിലെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 1.5 കോടിക്ക് മുകളിലുമാണ്. അതേസമയം 6ാം ദിവസമായ ഇന്ന് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ സിനിമ 1,10,00,000 മുകളിലാണ് നേടിയെടുത്തിട്ടുള്ളത്. ഇന്നത്തെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 2 കോടിക്ക് മുകളിലുമാണ്. അങ്ങനെ 6 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നുണക്കുഴി നേടിയെടുത്തിരിക്കുന്നത് 15.5 കോടിക്ക് മുകളിലാണ്. 5 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയും നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. മോഹൻലാൽ നായകനായി ഫാസിൽ സംവിധാനം ചെയ്ത് 1993 തിയേറ്ററിലെത്തി വൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറിയ സിനിമയാണ് മണിച്ചിത്രത്താഴ്. ഇപ്പോൾ മണിച്ചിത്രത്താഴ് എന്ന ഈ മോഹൻലാൽ ചിത്രം 4K റീമാസ്റ്റർ പതിപ്പായി കഴിഞ്ഞ ദിവസം, അതായത് ഓഗസ്റ്റ് 17 ചിങ്ങം 1 ശനിയാഴ്ച തിയേറ്ററിലെത്തിയപ്പോൾ വീണ്ടും മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി ജനങ്ങൾ തിയേറ്ററിൽ എത്തുന്ന കാഴ്ചയാണ് സംജാതമായിട്ടുള്ളത്. ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 50 ലക്ഷം സ്വന്തമാക്കിയ സിനിമ 2ാം ദിവസമായ ഞായറാഴ്ച നേടിയെടുത്തത് 60 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 1,10,00,000 സ്വന്തമാക്കിയ സിനിമ 3ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച നേടിയെടുത്തത് 25 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് 1,35,00,000 സ്വന്തമാക്കിയ സിനിമ 4ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച 40 ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യ 4 ദിവസം കൊണ്ട് തന്നെ ഈ 4K റീമാസ്റ്റർ സിനിമ 1,75,00,000 രൂപയാണ് കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. ചിത്രത്തിന്റെ 4K റീമാസ്റ്റർ പതിപ്പിന്റെ ബഡ്ജറ്റായി നിലവിൽ കണക്കാക്കപ്പെട്ടിരിക്കുന്നത് 1 കോടി രൂപയാണ്. നിലവിൽ 4 ദിവസം കൊണ്ട് കേരള കളക്ഷനായി മാത്രം 1,75,00,000 സ്വന്തമാക്കിയ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ കൂടി ചേർക്കുമ്പോൾ ഏകദേശം 1,90,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് ധനുഷ് നായകനായി ധനുഷ് സംവിധാനം ചെയ്ത് ജൂലൈ 26 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് രായൻ. ചിത്രത്തിന്റെ OTT റിലീസ് ആമസോൺ പ്രൈം വഴി ഈ വരുന്ന ആഗസ്റ്റ് 23 വെള്ളിയാഴ്ച പൂർത്തീകരിക്കുന്നതാണ്. ചിത്രം തിയേറ്ററിലെത്തി വൻ വിജയം നേടിയെടുത്ത് 1 മാസം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ OTT റിലീസ് പൂർത്തിയാക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷനിലേക്ക് വന്നാൽ 2024 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമകളിൽ നിലവിൽ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്തിരുന്നത് ഇന്ത്യൻ 2 ആയിരുന്നു. 155,50,00,000 രൂപയായിരുന്നു ഇന്ത്യൻ 2വിന്റെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ. ഇപ്പോൾ ഇന്ത്യൻ 2വിനെ മറികടന്ന് രായൻ നേടിയെടുത്തിരിക്കുന്നത് 160 കോടി രൂപയാണ്. ധനുഷിന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ 4 സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.